അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹസമ്പന്നരായ കുട്ടികളെ, ആധുനിക കാലത്ത് പരിശുദ്ധമായ ഇസ്ലാമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക ലോകം അരാജകത്വത്തിലും അക്രമത്തിലും വീർപ്പുമുട്ടുകയാണ്. ഇവിടെയെല്ലാം ഇസ്ലാമും മുത്തുനബിയും പഠിപ്പിച്ച സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സുന്ദര പാഠങ്ങൾ കൂടുതൽ പ്രസക്തമാവുകയാണ്. സ്നേഹമാണ് നബി എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് അല്പം സംസാരിക്കാം. പ്രിയമുള്ള കൂട്ടുകാരെ, ആ ജീവിതത്തിലെ അവരെ സ്നേഹം വിവരിച്ചാൽ നാം അശക്തമായി പോകും. മറ്റു മനുഷ്യരോടുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ഇതര ജീവജാലങ്ങളോടുള്ള സ്നേഹം, അവിടുത്തെ ജീവിതത്തിൽ എന്നവരെല്ലാം സർവകാല ലോക ജനതയ്ക്ക് മാതൃകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ജീവന്റെ തുടിപ്പുള്ള ഒരു നായിയെ ബൈക്കിൽ റോഡിലൂടെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ക്രൂരത നാം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞതാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതര ജീവജാലങ്ങളോടുള്ള സ്നേഹം അവിടുത്തെ ജീവിതത്തിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. വേട്ടക്കാരന്റെ പിടിയിലകപ്പെട്ട മാൻപേടയ്ക്ക് കാവരുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? അറുക്കാൻ കൊണ്ടുപോകുന്ന ജീവിയുടെ മുന്നിൽ വെച്ച് ആയുധം പൂച്ച കൂട്ടരുതെന്നും അറുക്കുന്നതിന് മുമ്പ് ആ ജീവിക്ക് വെള്ളം കൊടുക്കണമെന്നും ഇസ്ലാമിന്റെയും മുത്തുനബിയുടെയും അധ്യാപനമല്ലേ? വഴിയരികിൽ വിറക് കെട്ടുമായിരിക്കുന്ന ഒരു പാവ വൃദ്ധയോട് അവരുടെ വിറക് കെട്ടി ചുമന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ച തിരുനബിയുടെ സ്നേഹത്തെയാണ് നാം മാതൃകയാക്കേണ്ടത്. കുട്ടികളോടുള്ള സ്നേഹത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുല്യനായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായിരിക്കുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കയറി വീണപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേ നേരം സുജൂദിൽ കിടന്നതും കുട്ടി കരഞ്ഞപ്പോൾ നിസ്കാരം വേഗം അവസാനിപ്പിക്കുകയും ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണമാണ്. ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി തോയിഫിലെത്തിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടുത്തെ ജനങ്ങൾ ഭ്രാന്തന്മാരെ കൊണ്ടും കുട്ടികളെ കൊണ്ടും കല്ലെറിയിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന നബിയോട് ചോദിച്ചു, നബിയേ, ഈ മലന അവരുടെ മേൽ മറിച്ചിട്ട് അവരെ നശിപ്പിക്കട്ടെ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വേണ്ട എന്നായിരുന്നു. ഒരാൾ ഒരു കൈ നട്ട് അതിൽ നിന്ന് ഒരു ഫലം ഒരാൾ മോഷ്ടിച്ചാലോ പക്ഷി കൊത്തിയാലോ ആ കൈ നട്ടവന് കൂലിയുണ്ട് എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചതാണ്. ചുരുക്കത്തിൽ മനുഷ്യർക്കും സർവ്വ വസ്തുക്കൾക്കും തിരുനബി സ്നേഹം മാത്രമാണ് സമ്മാനിച്ചത്. അവരുടെ സ്നേഹത്തിലൂടെയാണ് വിശ്വാസി പൂർണ്ണനാവുന്നത് എന്ന് പലവരും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഹണി ട്രാപ്പിലൂടെയും വഞ്ചനയിലൂടെയും കപട സ്നേഹങ്ങൾ നാടുവാഴുന്ന പുതിയ കാലത്ത് യഥാർത്ഥ സ്നേഹം നിറം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിഷ്കളങ്കമായ പ്രവാചക സ്നേഹത്തിന്റെ പുനർവായനയാണ് പരിഹാരം. സ്നേഹത്തിന്റെ സുന്ദരമായ നാളെ കെട്ടിപ്പടുക്കാൻ ആവട്ടെ എന്ന പ്രത്യാശയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.